രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിംഗ് സ്നാക്ക് ആയിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയ നേന്ത്രപ്പഴം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ മിക്സറിന്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നേന്ത്രപ്പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പഴുത്ത് കറുത്ത പഴം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ റവയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ മധുരത്തിന് പാകത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് അളവ് പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ടും ചേർക്കണില്ല. 1/4 ഭാഗത്തോളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മുഴുവനായിട്ടും തന്നെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല ഫൈനായിട്ട് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മുടെ കൂട്ട് ഇപ്പോഴുള്ളത്. ഇതൊരല്പം കട്ടിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. റവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് വികസിച്ചൊക്കെ വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂട്ട് ഒന്നും കൂടെ കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചിട്ട് കൂട്ടിന്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അളവ് പാലാണ് എടുത്തിരിക്കുന്നത്. അതും ചേർക്കുമ്പോൾ കുറേശ്ശായിട്ട് ചേർക്കുന്നതാണ് നല്ലത്. കാരണം എപ്പോഴും നമ്മുടെ കൂട്ട് കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് വേണം നമ്മൾ പാലോ വെള്ളമോ എന്ത് ചേർക്കുന്നുണ്ടെങ്കിലും ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മുഴുവനായിട്ടുള്ള ഏലക്കയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അരക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്തോളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏത് പാത്രമാണോ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നന്നായിട്ട് നെയ്യ് തടവി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമർ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. സ്റ്റീമർ നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ ഈ ഒരു പാത്രം അതിലേക്ക് ആദ്യമേ ഇറക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കൂട്ടൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇറക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ ഇറക്കി വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നെയ്യ് തടവണം. നെയ്യ് തടവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇല ഉപയോഗിച്ചാലും മതിയാകും. അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരമാണ് കുക്ക് ചെയ്യേണ്ടത്. 15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു ഫോക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊണ്ട് നടുഭാഗത്ത് കുത്തി നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്താൽ മതി. ഇനി ഞാനിപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചൂട് നല്ലപോലെ ആറിയതിന് ശേഷം വേണം നമ്മളിത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സൈഡിലൂടെ ഇതുപോലെ ഒന്ന് കത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പാറ്റിലോ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. എളുപ്പത്തിൽ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മീഡിയം മധുരത്തിലാണ് നമ്മളുടെ ഈ ഒരു പലഹാരം ഇരിക്കുക. നല്ലപോലെ പഴത്തിന്റെ ടേസ്റ്റ് ഒക്കെ വരും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പലഹാരം ഉണ്ടാകുക. ശരിക്കും കുറഞ്ഞ ചേരുവയിൽ നമുക്ക് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കുറഞ്ഞ സമയമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.